1.5 വർഷക്കാലത്തിനുള്ളിൽ 6 സമരങ്ങളുമായി ഗാന്ധി സ്ക്വയറിൽ എത്തുന്നത് മറ്റൊരാളുടെ അവകാശങ്ങൾ തടഞ്ഞെടുക്കാൻ വേണ്ടിയല്ല. പിറന്നു വീണ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ആത്മാഭിമാനത്തോട് ജീവിക്കുവാൻ അനുവദിക്കണം എന്ന് ഭരണാധികാരികളോട് കേഴുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ക്രൈസ്തവരെയും ക്രൈസ്തവ മിഷണറിമാരെയും ആക്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് ഇവിടെ ജീവിച്ച് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു വൈദികനെ കൊലപ്പെടുത്തിയാൽ 11 ലക്ഷം രൂപ വരെ തരാമെന്ന് പ്രഖ്യാപിച്ച BJPയുടെ MLA മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ജീവിച്ചിരിക്കുമ്പോ അവർക്കെതിരെ ഒരു സിംഗിൾ കേസ് പോലും എടുക്കുവാൻ തയ്യാറാകാതിരുന്ന ഭരണകൂടം. പക്ഷേ ഇന്നത്തെ സമരങ്ങളൊക്കെ കാണുമ്പോ ആശാവഹമാണ് കാര്യങ്ങൾ എന്ന് കരുതുന്നു. കാരണം വേറൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകള് പ്രഖ്യാപിക്കുവാൻ 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഈ പറയുന്ന വിഷയത്തിൽ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് സ്റ്റാൻ സ്വാമി അച്ഛനെ ജയിലിലടച്ച ജീവനില്ലാതാക്കിയപ്പോ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. ഇതിന് തൊട്ടങ്ങേപ്പുറം മുനമ്പത്ത് 600-ൽ പരം ആളുകളെ അവിടെ നിന്ന് കുടിയിറക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരൻ എവിടെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ആത്മീയ ഇടയ ശ്രേഷ്ഠർക്ക് തലയ്ക്ക് വിലയിട്ടപ്പോ ആരെവിടെ പ്രതികരിച്ചു എന്ന് കരുതണം. പ്രിയമുള്ളവരെ, പ്രതികരണം എല്ലാ അർത്ഥത്തിലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേവലം കേസ് ചുമത്തിക്കൊണ്ട് ഞങ്ങളുടെ മിഷണറിമാരെ ഇല്ലായ്മ ചെയ്തേക്കാം എന്നൊരു ചിന്തയാണ് കലാപകാരികൾക്കും അക്രമകാരികൾക്കും ഉള്ളത് എങ്കിൽ എസ്തപ്പാനോസിന്റെ കാലം മുതൽ ഏറ്റവും അവസാനം ജീവൻ ഹോമിച്ച ഫാദർ സ്റ്റാൻ സ്വാമി അച്ഛന്റെ ജീവിതം വരെ ക്രൈസ്തവ രക്തസാക്ഷിത്വം കൊണ്ട് അവരുടെ ചുടുനിണത്താൽ വളർത്തിയെടുത്ത സഭ, അവർ ചെയ്യുന്ന സേവനങ്ങൾ ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ ഇന്നും നക്സലിസം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും വേണ്ട എന്ന് വെച്ച്, സ്വന്തം കുടുംബം പോലും വേണ്ട എന്ന് വെച്ച് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തപസ്സിന് തുല്യമായ കരുണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സന്യസ്തരെ കൽത്തുറുങ്കിലടച്ച ക്രൈസ്തവ വിശ്വാസവും മിഷണറി പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്തേക്കാം എന്നാരെങ്കിലും കരുതുന്നു എങ്കിൽ മിശിഹായുടെ ഭൗതിക ശരീരത്താൽ